ആദ്യമായിട്ടാണ് ഞാൻ വാൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് വൂളൻ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് വെളിയിൽ ഇറങ്ങാൻ പോകുന്നത്. കാരണം ഇന്നലെ ഉറങ്ങി എണീറ്റപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനി സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ജാക്കറ്റ് ഇല്ലാതെ നടക്കൂല. കാരണം ഇന്നലെ ഉറങ്ങാൻ വേണ്ടി ഞാൻ സ്ലീപ്പിംഗ് ബാഗ് ഓർഡർ ചെയ്തായിരുന്നല്ലോ. സ്ലീപ്പിംഗ് ബാഗ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ വിചാരിച്ചിരുന്നത് ഈ ആഴ്ച അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ എത്തുമെന്നാണ്. പക്ഷേ ലേറ്റായി, സ്ലീപ്പിംഗ് ബാഗ് എത്താൻ ലേറ്റായി. ഇന്നലെ കിടന്ന കിടത്തമെന്ന് പറയുന്നത് ഞാൻ പുതപ്പ് വിരിച്ചിട്ടിട്ട് അതിനകത്ത് ഞാൻ ചുരുണ്ടിട്ട് അതിനകത്ത് പൊതിഞ്ഞ് കിടക്കുമായിരുന്നു. എന്നാലും നടക്കുള്ളായിരുന്നു. കാരണം പെട്ടെന്നാണ് 0 ഡിഗ്രിയിലേക്ക് പെട്ടെന്ന് വന്നത് തണുപ്പ്. അത് ഭയങ്കര ഒരു അടി കിട്ടിയ പോലെ ആയിപ്പോയി പെട്ടെന്ന്. പിന്നെ നമ്മളിപ്പോൾ ചെയ്യാനുള്ളത് ഇപ്പം എന്നിട്ട് രാവിലെ എണീച്ചപ്പോഴും നല്ല തണുപ്പാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് വൂളൻ ജാക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ ഇനിയിപ്പം ഒരു അപ്പോയിൻമെൻറ്റിന് പോകണം. അത് കഴിഞ്ഞ് നേരെ ജോലിക്ക് പോകണം. അപ്പം എന്തായാലും ഇനി വിൻ്ററിലേക്കുള്ള ഒരു പോക്ക് ഇച്ചിരി കടുകട്ടി ആയിരിക്കും എന്ന് മനസ്സിലായി. അങ്ങനെ എണീറ്റ് നോക്കിയപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടോ, ടയറിൻ്റെ PSI ലെവൽ നല്ല കുറവാണ് പുറകിലത്തേത്. അന്ന് ചെക്ക് ചെയ്യാറായിട്ടുണ്ട് വണ്ടിയുടെ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടോ, തണുത്ത് മരവിച്ചിരിക്കാൻ തുടങ്ങി. ഇന്നലെ ഈ ഒരു തണുപ്പത്താണ് ഇന്നലെ കിടന്നുറങ്ങേണ്ട ആവശ്യം വന്നത്. രാവിലെ എണീച്ചതും ചാലിയൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. കാരണം അവന് മനസ്സിലായി ഞാൻ എന്തായാലും ചത്തിടക്കായിരിക്കുന്നത് തണുപ്പത്ത്. കാരണം 0 ഡിഗ്രി ആയിരുന്നു പുള്ളിക്ക് അറിയാം. അപ്പൊ ഞാൻ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ഇരിക്കും കേട്ടോ. കാറിനകത്ത് നമ്മുടെ ഇൻഷുറൻസിൽ നിന്ന് കിട്ടിയ ഒരു കാർ ഉണ്ടായിരുന്നു. അപ്പോൾ കാറിനകത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. പോകുന്നത് അങ്ങനെയാണ്. ഈ ഒരു മാസം കൂടെ മിക്കവാറും എൻ്റെ കയ്യിൽ ഈ വണ്ടി കാണുമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ വാൻ അവിടെ ഇട്ടിരിക്കുകയാണ്. വാനിൻ്റെ പേപ്പർ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് പോകുന്നത്, രജിസ്ട്രേഷൻ. കാരണം അവരെനിക്ക് അയച്ചു തന്ന രജിസ്ട്രേഷൻ എക്സ്പയർഡ് ആയി പോയായിരുന്നു. അപ്പോൾ ഒരു പുതിയൊരു രജിസ്ട്രേഷൻ പേപ്പർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, സെയിൽ ലെറ്റർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇന്ന് രജിസ്റ്റർ ചെയ്ത് എല്ലാം റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് SAQലേക്ക് ഒന്ന് പോവാം. ഏകദേശം എനിക്ക് ഇവിടെ നിന്ന് ഒരു 17 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. പക്ഷെ രാവിലെ ഞാൻ ഇച്ചിരി നേരത്തെ ഇറങ്ങിയതുകൊണ്ട് നമുക്ക് അത്രയും ബ്ലോക്ക് കിട്ടുന്നില്ല. 24 മിനിറ്റ് കൊണ്ട് നമ്മളവിടെ എത്തും. പക്ഷെ വെളിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ആ ഒരു 0 ഡിഗ്രി ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രം ഒരു വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡി അല്ല ക്ലൈമറ്റ്. വിൻഡിയും കൂടെ ആയിരുന്നെങ്കിൽ എൻ്റെ പൊന്നെ മുഖവും കയ്യും കാലെല്ലാം ഇങ്ങനെ തണുത്തുറഞ്ഞ് പണ്ടാരടങ്ങിയിരുന്നേനെ. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഞാൻ വെളിയിൽ ഇറങ്ങി നടന്നപ്പോഴാണെന്നുണ്ടെങ്കിലും അത്രയും വലിയ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഒരു വൂളൻ സോക്സ് എടുത്തിട്ടുണ്ട്. കാലിന് വലിയൊരു തണുപ്പ് അടിക്കുന്നില്ല, കാലിന് വലിയ തണുപ്പ് അടിക്കുന്നില്ല വൂളൻ സോക്സ് ഇട്ടിരിക്കുന്നുണ്ട്. കാരണം അത് ഹീറ്റ് തന്നെ ജനറേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സോക്സാണ്. അപ്പോൾ കാല് സേഫാണ്. പിന്നെ ഈ ഒരു ജാക്കറ്റ് ഇട്ടത് കൊണ്ട് നമ്മൾ ഓൾറെഡി ഓക്കെ ആണ്. എന്തായാലും പിന്നെ ഇനിയിപ്പം ബാക്കി നോക്കാം. പക്ഷെ എൻ്റെ ഗ്യാസ് ഇൻഡിക്കേറ്റർ കണ്ടോ, അതിലൊന്നും കാണിക്കുന്നില്ല, എല്ലാം ലോ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഗ്യാസ് റീഫിൽ ചെയ്താലേ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മോൺട്രിയലിലെ ഡൗൺ ടൗണിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇതാണ് ഞാൻ കയറാൻ പോകുന്ന കെട്ടിടം. ഇതിനുള്ളിലാണ് നമ്മുടെ സെറ്റപ്പ്. ഇതിനുള്ളിൽ നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. എനിക്ക് തോന്നുന്നത് നല്ല തിരക്കൊക്കെ ഉള്ള ഒരു ലൈൻ കണ്ടോ അവിടെ, അതായിരിക്കും മിക്കവാറും SAQ. അതാവണം, അങ്ങനെ വരൂ.
9:00-9:30 എൻ്റെ അപ്പോയിൻമെൻറ്റ്. പക്ഷേ എനിക്ക് ചുറ്റും ഇത്രയും പേരുണ്ട്, അവരൊക്കെ നേരത്തെ വന്ന് നിൽക്കുക. പേപ്പർ വർക്കുകളെല്ലാം കറക്റ്റായിട്ടെല്ലാം ചെയ്ത് തീർത്ത് ഉഷാറാക്കി ഇറങ്ങി. ആൾക്കാരൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ഓഫീസിലുണ്ടായിരുന്നവർ, എനിക്കൊരു വോയിസ് ചെക്കിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, തൊട്ടപ്പുറത്ത് തന്നെ കടയുണ്ട്, നീ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കട തുറക്കുമ്പോൾ എടുത്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് അതിന്ന് തന്നെ നമുക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ പോയി ചെയ്തു, എല്ലാം റെഡിയാക്കി പടപടയെന്ന് അവരെനിക്ക് എല്ലാം ചെയ്തു തന്നു. ഹാപ്പി ആയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒഫീഷ്യലി വാൻ നമ്മുടേതായി, എല്ലാം പക്കായിട്ട് നടക്കുന്നു. അവിടെ നല്ല കൺസ്ട്രക്ഷനൊക്കെ പക്കായിട്ട് നടക്കുന്നു. പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിത് കമ്പനിയിലേക്ക് എത്തി കേട്ടോ. പുറകിൽ കൂടെയാണ് കയറുന്നത്. ഇവിടെ ആകുമ്പോൾ എപ്പോഴും വണ്ടി കൊണ്ട് നിർത്താനുള്ള സൗകര്യം ഉണ്ടാവും. ഫ്രണ്ടിൽ എപ്പോഴും തിരക്കായിരിക്കും, നമുക്ക് ചിലപ്പോൾ ഇതൊന്നും കാണില്ല, സ്പേസ് ഒന്നും കാണില്ല. അപ്പോൾ പിന്നെ ഞാനെപ്പോഴും പുറകിലോട്ട് തന്നെ വരും, ചാൻസ് എടുക്കാതെ. നേരെ വരും. ഇവിടെ ആകുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാകും. നമ്മൾ വലിയൊരു പാർക്കിങ്ങാണ്. ചിലപ്പോൾ വിൻ്ററൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ കിടക്കേണ്ടി വരുന്നുണ്ട്, ഈ പാർക്കിങ്ങിൽ എവിടെയെങ്കിലും. അപ്പോൾ എന്തായാലും ജോലിക്ക് കയറുകയാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോ മിക്കവാറും നമുക്ക് ജോലി കഴിഞ്ഞിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കൊരു ബ്രേക്കിനോ കാണാം. ഞാൻ നിങ്ങളോട് വൈകുന്നേരം വരാമെന്നും പറഞ്ഞിട്ട് പോയിട്ട് ഇത് എന്താ രാത്രി ആയെന്നായിരിക്കുമല്ലോ വിചാരിക്കുന്നത്. പക്ഷേ ഇത് വൈകുന്നേരം തന്നെയാണ്, അതാണ് ഇവിടുത്തെ സത്യം. സമയം 5:30 ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് കണ്ടോ, ഒരു 9:30-10 മണിയുടെ തണുപ്പില്ല ഇവിടെ. ചെറിയൊരു മഴയുണ്ട് കേട്ടോ. ഞാൻ ഓടിപ്പോയി ഒന്ന് വണ്ടി കയറുവേക്കാം. ഇപ്പം എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നല്ലൊരു ദിവസം, നല്ല റഷൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നെങ്കിലും ഒരു ബിൽഡ് എനിക്ക് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് തിങ്കളാഴ്ച ടെസ്റ്റിങ്ങിനുള്ളതാണ്. എടാ നീ തീർക്കുമോ എന്നൊക്കെ ചോദിച്ചിരിക്കുകയായിരുന്നു. കാരണം ഞാനൊന്ന് കാർ രജിസ്ട്രേഷന് പോയല്ലോ. അപ്പോൾ അവരോർത്തോടെ ലേറ്റായി, അപ്പോൾ ഇനി ഇത് തീരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ തീർക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്തായാലും തീർക്കും എന്നിങ്ങനെ അതിനെ പറഞ്ഞു. അപ്പോൾ 5 മണിക്കാണ് തീർക്കേണ്ടത്. ഏകദേശം ഒരു 3 മണി ആയപ്പോൾ തന്നെ 3 മണി 3:30 ആയപ്പോഴേക്കും ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു, ദേ തീർന്നിട്ടുണ്ട്, നമ്മുടെ മെഷീൻ തീർന്നിട്ടുണ്ട്, വന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ എല്ലാവരും വന്നു, നോക്കി, എല്ലാവർക്കും ഓക്കെ, ഇഷ്ടപ്പെട്ടു. പക്കായിട്ട് പരിപാടികളൊക്കെ തുറന്നു. നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും ചിന്തിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പാട്ടൊക്കെ കേട്ട് നൈസായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അതിനുള്ള സമയമൊന്നും കിട്ടില്ല. കാരണം നമ്മൾ എണീറ്റ് നിന്ന് അതും ഇതൊക്കെ ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു പരിപാടിയൊന്നും കിട്ടത്തില്ലായിരുന്നു. പിന്നെ പിന്നെന്താ, പിന്നെ അങ്ങനെ ബ്രേക്കൊന്നും നമുക്ക് ഒരുപാട് എടുക്കാൻ പറ്റിയില്ല. 1/2 മണിക്കൂർ ബ്രേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതാ ഉച്ചയ്ക്ക് വരാത്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇമ്മാതിരി ഇരുട്ടാണ്. അങ്ങനെ പോയി ഇനി നേരെ വീട്ടിലേക്ക് പോകുന്നു. എങ്ങനെ ഏതാണെന്നൊന്നും അറിയത്തില്ല, കാരണം നല്ല മഴയാണ് വെളിയിൽ. ഇപ്പോൾ ഒന്ന് ശകലം കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര മഴയായിരുന്നു. ഐസൊക്കെ ചെറുതായിട്ട് വീഴുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു കൂട്ടുകാരി ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം. പിന്നെ സംടൈംസ് ഇങ്ങനെ സ്റ്റക്കാവും കേട്ടോ തലയിൽ, ആലോചിച്ച് വന്നു കഴിയുമ്പോൾ. പിന്നെന്താ ഇപ്പം ഹീറ്ററില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം ഇനിയിപ്പോൾ ഈ 2 ദിവസം എന്ത് ചെയ്യുമെന്ന് നോക്കണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹീറ്റർ ഓടിപ്പോയി വാങ്ങേണ്ടി വരും. $25-30 ഒരു ഹീറ്റർ വാങ്ങേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ ഇച്ചിരി പാടാം. പിന്നെ ഞാൻ ഇന്നെന്തായാലും നല്ല ഡ്രസ്സുകളൊക്കെ എന്തായാലും ഇതുപോലെ തന്നെ ആയിരിക്കും ഇടാൻ പോകുന്നത്. നല്ല ഹുഡിയൊക്കെ ഇട്ടേ കിടന്നുറങ്ങുന്നുള്ളൂ. ഇന്നലത്തെ പോലെ നമ്മൾ ടാസ്ക് എടുക്കുന്നില്ല. ഞാൻ നമ്മുടെ IJ വരെ ഒന്ന് വന്നേ കേട്ടോ. IJ വരെ ഒന്ന് വന്നേ. എനിക്ക് എങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് ചൂടുള്ള എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ നല്ലതായിരിക്കും ഇല്ലേ അങ്ങനെ തോന്നി. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോരാ. അങ്ങനെ നമ്മളിതേ വന്ന് വാനിൽ കയറി ഞാൻ കുറച്ചു നേരം ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് ഞാനൊരു 2-3 സാധനങ്ങൾ എടുത്ത്. ഒന്ന് ഇതാണോ, ചെഡാർ ബ്ലാങ്ക്. അത് ഈ ചെഡാർ മറ്റേ സോസൊക്കെ ഇട്ടിട്ട് ചെഡാർ ചീസൊക്കെ ഇട്ടിട്ട് ഉള്ള ഒരു സംഭവം. അത് കൊള്ളാം കേട്ടോ, അത് നൈസായിരുന്നു. പിന്നെ ഒരെണ്ണം ചെഡാർ ഹാലപ്പിനോ. ഇത് ഇത്തിരി സ്പൈസിയാണ്, പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ ഒരു കുറച്ച് ഫ്ലേക്സും എടുത്തു. ഞാൻ ഓർത്തു ഇവിടെ ഇരുന്ന് കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കി അതിനകത്ത് ഫ്ലേക്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ ചുമ്മാ കോരി കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. പിന്നെ ഞാനൊരു പടമൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ച. കാന്താര ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, റിലീസായെന്ന് തോന്നുന്നല്ലോ, OTT. അപ്പോൾ ഞാനതൊക്കെ കണ്ടിങ്ങനെ സമയം കളയാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ലൊരു ഫ്രൈഡേ അല്ലേ. എന്നിട്ട് ഇന്ന് നേരത്തെ കിടന്നുറങ്ങണം. കാരണം ഇന്ന് നേരത്തെ എണീച്ച് പോയതുകൊണ്ട് നല്ല ക്ഷീണമുണ്ടെന്ന്. ഇന്നെന്തായാലും നേരത്തെ കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ എന്തായാലും രാവിലെ നാളെ എന്തെങ്കിലും നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് ചെറിയൊരു പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാം ശനിയാഴ്ച. അപ്പോൾ എന്തായാലും
അപ്പോൾ നാളെ കാണാം. അപ്പോൾ അതുവരേക്കും സല്യൂട്ട്.